ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു യാത്രാ ബ്ലോഗാണ്. യാത്ര പോകുന്ന സ്ഥലം നിങ്ങൾ പോയ ശേഷം നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. ഇന്ന് ഞാനും എൻ്റെ വൈഫും ഈ യാത്രയിൽ നമ്മുടെ ഫാമിലി ഫ്രണ്ടായ സാറിൻ്റെ കൊച്ചുമോളും ഉണ്ട്. അവിചാരിതമായിട്ടാണ് ഈ യാത്ര പോകാൻ ഞങ്ങൾ തീരുമാനിച്ചത്. തത്സമയം സാറും കൊച്ചുമോളും അവിചാരിതമായി തന്നെ എത്തിച്ചേർന്നു. എന്തായാലും കാണുന്ന കാഴ്ചകളിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ 1 മണിയോടെ കോട്ടൂർ കാപ്പുകാടുള്ള ആന പുനരധിവാസ കേന്ദ്രത്തിൽ എത്തിച്ചേർന്നു. കോട്ടൂരിൽ നിന്നും ഏകദേശം 1.25 കിലോമീറ്റർ ആണ് കാപ്പുകാട്. 100 കോടി പദ്ധതിയുടെ റിനോവേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് കോട്ടൂരിൽ നിന്നും കാപ്പുകാട് വരെ റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വിശാലമായ വാഹന പാർക്കിംഗ് ഏരിയ, ഒരു സ്റ്റേഡിയം പോലെ തന്നെ ഉണ്ട്, ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാം നന്നായിട്ടുണ്ട്. നമ്മൾ വാഹനങ്ങൾ പാർക്ക് ചെയ്തതിന് ശേഷം എൻട്രൻസ് എവിടെയാണെന്ന് നോക്കി പോയി. ആ കാണുന്നതായിരിക്കും എൻട്രൻസ്. റിനോവേഷൻ്റെ മുമ്പായിട്ട് ഇങ്ങനെ ഒരു എൻട്രൻസ് ഇല്ലായിരുന്നു. 2 വേലി കെട്ടിയതുപോലത്തെ ഒരു ഭാഗമായിരുന്നു. ഇപ്പോൾ എൻട്രൻസൊക്കെ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. നമുക്ക് എൻട്രൻസിലേക്ക് പോവാം. എൻട്രൻസ് പ്ലാസ. ഒരുപാട് മാറ്റങ്ങൾ ഫ്രണ്ടിൽ വരുത്തിയിട്ടുണ്ട്. റിനോവേഷൻ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ടിക്കറ്റ് കൗണ്ടർ. നമ്മൾ ഉള്ളിലേക്ക് കടന്നു. ഇവിടെ ഒരു എക്കോ ഷോപ്പുണ്ട്. ടിക്കറ്റ് എടുത്ത് നമ്മളകത്തേക്ക് കടന്നു. ഇപ്പോൾ മണി ഏകദേശം 1 തന്നെ കഴിഞ്ഞു. നന്നേ വിശപ്പുണ്ട്. ക്യാൻറ്റീൻ അന്വേഷിച്ചു. അപ്പോൾ അവിടെ പഴയ ക്യാൻറ്റീൻ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. ക്യാൻറ്റീനൊരു മാറ്റവും ഇല്ല. ആ റോഡും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. നമ്മൾ നേരെ ഭക്ഷണശാലയിലേക്ക് പോയി. ഇനി ഭക്ഷണം കഴിഞ്ഞിട്ട് ആനകളെ കാണാൻ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങ് ദൂരെ ഒരു ആന നിൽക്കുന്നത് കണ്ടു. അതിൻ്റെ വീഡിയോ എടുത്ത് എല്ലാവരും ഫോട്ടോകളും എടുത്തു. ഈ കാണുന്നത് നെയ്യാർ ഡാമിൻ്റെ ഭാഗമാണ്. ഇവിടെ സന്ദർശനത്തിന് വരുന്നവർക്കായിട്ട് കുറേ ആക്ടിവിറ്റീസുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ബോർഡാണ്. അതിൻ്റെ റേറ്റുകളും ബാക്കി സമയക്രമമൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് നേരം അവിടെ വിശ്രമിച്ചു. ഈ ആക്ടിവിറ്റീസുകൾ തുടങ്ങുന്ന സ്ഥലം ഇതാണ്. കുട്ടവഞ്ചിയും ചങ്ങാടവും പെഡൽ ബോട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ വന്നിട്ട് എല്ലാവർക്കും ആനയൊക്കെ കണ്ടതിന് ശേഷമോ അതിന് മുമ്പോ ഈ ആക്ടിവിറ്റീസിലൊക്കെ പോകാൻ കഴിയും.
അങ്ങ് അകലെ കാണുന്നത് സഖ്യപർവ്വതത്തിൻ്റെ ഭാഗങ്ങളാണ്. കന്യാകുമാരി മുതൽ ഗുജറാത്ത് വരെ ഈ പർവ്വതനിരകൾ കാണുന്നു. ഈ കാണുന്നത് കെട്ടിടങ്ങളെല്ലാം ഓഫീസുകളോ സ്റ്റാഫ് ക്വാർട്ടേഴ്സുകളോ ഗസ്റ്റ് മന്ദിരങ്ങളോ ആണ്. ഇവയൊന്നും പണി പൂർത്തിയാവാതെ കിടക്കുകയാണ്. ഇത് ഏഷ്യയിലെ ഏറ്റവും പ്രായം ചെന്ന ആനയാണ്. ഇത് ആനയെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലാണ്. ഇതിനകത്ത് ഓപ്പറേഷൻ തിയേറ്റർ വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഏകദേശം 3 മണിയോടെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2-3 ആനകളുടെ കണ്ടിട്ട് കാഴ്ചകൾ അവസാനിപ്പിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഗ്രീൻ ലൈറ്റിൻ്റെ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.